യെസ്. മാഷെ നമസ്കാരം. നമസ്കാരം. ഏതോ ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞതുപോലെ ഇസ്രായേൽ ഈസ് എ ഗാംബ്ലർ ദാറ്റ് ഡസൻ ലേൺ ഫ്രം എക്സ്പീരിയൻസ്. ഇസ്രായേൽ ഒരു ചൂതാട്ടക്കാരനാണ്, അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാത്ത ഒരു ചൂതാട്ടക്കാരനാണോ ഇസ്രായേൽ? കഴിഞ്ഞ ഒരു കൊല്ലത്തിലേറെയായി ഈ പലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊലകൾ എന്നതിനെ വിളിക്കാം. അതിനെ രാഷ്ട്രീയമായ യുദ്ധമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഇഷ്യൂ ഉന്നയിച്ചത് മാർപ്പാപ്പയാണ്. അതെ, അതാണ് ഞാൻ മാർപ്പാപ്പ ഗാസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്നാണ്. ആ വംശഹത്യയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം എന്നാണ് ഫ്രാൻസിസ്. അതെ, നമ്മളിപ്പോൾ അതിൻ്റെ ഒരു മറുവശം ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്, ലോകത്തെ ആകെ പ്രേരിപ്പിക്കുന്ന മാർപ്പാപ്പയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മാർപ്പാപ്പ എഴുതി വരുന്ന ഒരു പുസ്തകത്തെ അങ്ങനെയാണല്ലോ ഇപ്പോൾ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പുസ്തകം പുറത്തിറങ്ങുന്നതിന് മുമ്പ് പുസ്തകത്തിന്റെ കണ്ടന്റ് പുറത്തിടുക എന്നുള്ളതാണല്ലോ. മലയാളി മാത്രമല്ല ഇത് പയറ്റുന്നതെന്നർത്ഥം. ആഗോളതലത്തിൽ തന്നെ പുസ്തക കച്ചവടക്കാരെ ചെയ്യുന്നുണ്ട്. അതിന്റെ തെളിവാണ് ഇപ്പോൾ ഈ മാർപ്പാപ്പയുടെ പുസ്തകം പുറത്തായിരിക്കുന്നത്. മാർപ്പാപ്പയുടെ പുസ്തകത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ, നിങ്ങൾ എന്തൊക്കെ ഒരു ഇറ്റാലിയൻ ദിനപത്രത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. അത് ഇറ്റാലിയൻ ദിനപത്രത്തിൽ പറഞ്ഞത് അദ്ദേഹം എഴുതി വരുന്ന പുസ്തകത്തിന്റെ എക്സെപ്റ്റ്സ് ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊലപാതകം അവരുടെ ആഭ്യന്തര സുരക്ഷയുടെ ആവശ്യമാണ്. ചരിത്രപരമായി മാർപ്പാപ്പ പറഞ്ഞ് നമുക്കറിയാം അത്. ചരിത്രപരമായി അവരനുഭവിക്കുന്നുണ്ട്, സുരക്ഷാ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒരിക്കലും തീരാത്ത തലവേദനയായി അത് നീട്ടിക്കൊണ്ടു പോകാൻ ഇനി ഇസ്രായേൽ അനുവദിക്കില്ല. അതിൻ്റെ കാരണം ഇസ്രായേൽ ഇപ്പോൾ സ്വന്തം നിലയിൽ തന്നെ ഏതു തരത്തിലുള്ള വെല്ലുവിളികളെയും സുരക്ഷാ ഭീഷണികളെയും നേരിടാനുള്ള കരുത്ത് നേടിയിട്ടുണ്ട്. സൈനികമായും സാമ്പത്തികമായും സാങ്കേതികമായും 3 കാര്യങ്ങളിലും അവർ വലിയ വിജയം നേടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് രഹസ്യാന്വേഷണ സാങ്കേതിക വിദ്യയിലൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ചരിത്രപരമായി നോക്കുമ്പോൾ വേറെ നിവൃത്തിയില്ല. ഇസ്രായേലിൻ്റെ സ്ഥാനത്ത് ആരായിരുന്നാലും ഒരു രാജ്യം എന്ന നിലയിൽ അതേ ചെയ്യൂ എന്നാണ് ഞാൻ പറയുക. വേറെ ഒന്നുമല്ല, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്, ചരിത്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. എന്നാൽ എന്തിൻ്റെ പേരിലായാലും വംശഹത്യയില്ലേ? തീർച്ചയായിട്ടും എന്തിൻ്റെ പേരിലായാലും ഇത് യുദ്ധമാണ്. ഒന്നാമത്തെ കാര്യം കൂട്ടക്കൊലയാണ്, മനുഷ്യനാണ് കൊല്ലപ്പെടുന്നത്. ഏതൊരു യുദ്ധം ഭൂമിയിലുണ്ടായാലും അതിൽ യഥാർത്ഥ കുറ്റവാളികളെക്കാൾ, അല്ലെങ്കിൽ അതിൽ കൊല്ലപ്പെടേണ്ട ഒരു തീവ്രവാദിയേക്കാൾ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ തിരഞ്ഞെടുത്ത് യുദ്ധത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട പട്ടാളക്കാരെക്കാൾ യുദ്ധം കൊലപ്പെടുത്തുന്ന ആരെയായിരിക്കും? നിഷ്കളങ്കരായ നിരപരാധികളായ സാധുക്കളായ സിവിലിയൻസിനെ, സാധാരണ പൗരന്മാരായിരിക്കും. അത് സംഭവിച്ചിട്ടുണ്ട്. അത് പലസ്തീനിലും സംഭവിച്ചിട്ടുണ്ട്. അന്വേഷിക്കണമെന്നാണ്. തീർച്ചയായിട്ടും അതിൽ അന്വേഷിക്കാനൊന്നുമില്ലെന്നേ. മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ഒരു സങ്കടം അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് ലോകത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ തന്നെ ആത്മീയാചാര്യൻ എന്ന നിലയിൽ അദ്ദേഹം ലോകത്തിൻ്റെ ഒരു വേദന പങ്കിട്ടതാവാനാണ് സാധ്യത. അന്വേഷിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. എന്താ അന്വേഷിക്കാനുള്ളത്? കാരണം ഇത് വംശീയമാണ്. സംശയമൊന്നും വംശഹത്യയാണോ എന്ന് ചോദിച്ചാൽ ഫലസ്തീൻ പ്രശ്നം വംശീയമാണ്. ബേസിക്കലി ജൂതവംശവും അറബ് വംശവും തമ്മിലാണ്. അറബ് വംശവും ജൂതവംശം തീർച്ചയായിട്ടും. അപ്പോൾ ജൂതവംശത്തിൻ്റെ രാജ്യമായി ആഗോളതലത്തിൽ തന്നെ ജൂതവംശത്തിനൊരു രാജ്യം വേണ്ടതുണ്ട് എന്ന് ആഗോളതലത്തിൽ തീരുമാനിച്ചിട്ട് ലോകരാജ്യങ്ങളും എല്ലാം കൂടി ചേർന്നിട്ട് ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ട രാജ്യത്തിനാണല്ലോ നമ്മൾ ഇസ്രായേൽ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് അതൊരു ജൂതരാജ്യമാണ്. ആ രാജ്യത്തിന് തന്നെ വംശീയമായ സ്വഭാവമുണ്ട്. അതുകൊണ്ട് ആ രാജ്യത്തിൻ്റെ ശത്രുക്കളൊക്കെ തന്നെ വംശീയമാണ്. അപ്പുറത്തിരിക്കുന്ന അറബ് ദേശീയത വംശീയമാണ്. അത് മതപരം പോലും അല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ പലസ്തീനികൾ എന്ന് വിളിക്കുന്നതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു. പിന്നെ അവർ പലപ്പോഴും ഇത് നിരന്തരമായ സമാധാനക്കേട് കൊണ്ട് പലയിടത്തേക്കായിട്ട് കുടിയേറിപ്പോയതാണ്. പോകാൻ നിവൃത്തിയില്ലാത്ത ആളുകളാണ് പലസ്തീൻ. പോകാൻ പറ്റുന്ന മുസ്ലിങ്ങളും പോയിട്ടുണ്ട്. പലസ്തീൻ അഭയാർത്ഥികളില്ലാത്തൊരു മുസ്ലിം രാജ്യമില്ല. ധാരാളം എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും പലസ്തീൻ അഭയാർത്ഥികളുണ്ട്. അതുപോലെ തന്നെയാണ് ആദ്യം അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ അറബ്സും പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വംശീയമാണ്. അപ്പോൾ കൊല്ലുന്നത് പലസ്തീനോടാണ് യുദ്ധമെങ്കിലും കൊല്ലപ്പെടുന്നത് ആരാണ്? പലസ്തീൻ എന്ന് പേരിട്ട് വിളിക്കാൻ ഒരു രാജ്യമില്ല. ആ പ്രദേശത്ത് താമസിക്കുന്ന ജനതാന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ ആ പ്രദേശം പോലും ഇല്ല. നമുക്കിപ്പോൾ കൃത്യമായിട്ട് ലോകരാഷ്ട്രീയത്തിലെ ഈ ചലനങ്ങൾ, പ്രത്യേകിച്ച് ഈ പലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂസ് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പലസ്തീൻ്റേതെന്ന് പറയാൻ ഇനിയൊരു രാജ്യമില്ല ലോകത്ത്. അത് രണ്ട് തരത്തിൽ അവിടുത്തെ ജനങ്ങളെ കൊന്നിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നുണ്ട്. കൊന്ന പ്രദേശങ്ങളൊക്കെ സ്വന്തമാക്കുന്നുണ്ട്.
3, ആ പ്രദേശങ്ങളിലൊക്കെ ജൂതന്മാരെ കൊണ്ടുപോയി ബലമായി കുടിയിരുത്തിയിട്ട് ആ പ്രദേശം ജൂതവൽക്കരിക്കുന്നുമുണ്ട്. അല്ലേ, ഞാൻ ആദ്യം ചോദിച്ച പോലെ ജനോസൈഡാണെന്ന് നമുക്ക് വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മാർപ്പാപ്പയും അത് തന്നെയാണ് പറഞ്ഞത്. രൂക്ഷ വിമർശനമാണ് അദ്ദേഹം നടത്തിയത്. ഇസ്രായേൽ ഇപ്പോൾ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. നേരത്തെ അവർ ഇത് നിഷേധിക്കുകയാണോ ചെയ്തത്? നേരത്തെ അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന പല ക്രിസ്ത്യാനികളും, പിശാശയെ ദൂരപ്പോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പല ക്രിസ്ത്യാനികൾക്കും ഇപ്പം എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി സാധിക്കുന്നത്? അത് ഞാൻ പലപ്പോഴും നമ്മളെ ഫ്ലോറിൽ തന്നെ ചർച്ച ചെയ്തതാണ്. ഞാൻ തോമസ് സാറും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്യാറുണ്ട്. സത്യത്തിൽ ബേസിക്കായിട്ട് ഒരു ഈ ക്രിസ്ത്യൻ ജൂതൻ ചരിത്രത്തിലുണ്ട്, ആശയതലത്തിലില്ല. ഒരു ക്രിസ്ത്യാനിയും ജൂതനും തമ്മിൽ അടിസ്ഥാനപരമായി വലിയ ശത്രുത ഉണ്ടായിക്കൂടാ എന്നാണ് അവരുടെ വേദപ്രമാണങ്ങൾ രണ്ടു കൂട്ടരെയും പഠിപ്പിക്കുന്നത്. പക്ഷേ ചരിത്രത്തിൽ ചിലത് ഉണ്ടായി വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശുവിനെ കൊന്നത് ആരാണ് എന്ന ചോദ്യമാണ്. യേശുവിനെ കൊന്നത് ജൂതന്മാരാണ് എന്ന വിശ്വാസത്തിലാണ് ക്രിസ്ത്യാനികൾ ജൂതന്മാർക്കെതിരായി തിരിഞ്ഞത്. അതുകൊണ്ടാണ് റോമാ സാമ്രാജ്യം ക്രിസ്ത്യാനികളെ ആട്ടിയോടിച്ചതും കൂട്ടക്കൊല ചെയ്തതും ഒക്കെ ഒരു പാരമ്പര്യമുണ്ട്. പിന്നീട് അവിടെ ഇസ്ലാം വരുമ്പോഴാണ് കുറച്ചെങ്കിലും അവിടെ ജൂതന്മാർക്ക് ഒരു ശത്രുത. ജൂതന്മാരെ ലോകം മുഴുവൻ ആട്ടിയോടിച്ചത് ആദ്യവും അവസാനവും ഏറ്റവും ഒടുവിൽ ആട്ടിയോടിച്ചത് 1930-കളിൽ ഹിറ്റ്ലറാണ്. ഹിറ്റ്ലർ കത്തോലിക്ക ക്രിസ്ത്യാനിയാണ്. ആട്ടിയോടിക്കപ്പെട്ടവരും ഹോളോകാസ്റ്റിൽ കൊല്ലപ്പെട്ടവരും ഒക്കെ ജൂതന്മാരുമാണ്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യൻ ജൂത വൈരത്തിൻ്റെ ഒരു വലിയ ചരിത്രം ലോകത്തുണ്ട്. എന്നാൽ ആശയപരമായി വേദത്തിൻ്റെ ഒരു തലത്തിൽ, വിശ്വാസത്തിൻ്റെ തലത്തിൽ അവരൊന്നാണ് എന്നാണ് ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് ഇവാഞ്ചലിക്കൽ മിഷൻ അവരത് പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പഴയ ശത്രുതയൊക്കെ മറന്ന് ഒരു ഒന്നിക്കലിൻ്റെ പാതയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷെ മാർപ്പാപ്പ ഉയർത്തിയ പ്രശ്നം അതല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാർപ്പാപ്പ ഇപ്പോൾ ഇത്ര രൂക്ഷമായൊരു ഭാഷയിൽ സംസാരിക്കേണ്ടി വന്നത് ഇസ്രായേൽ അവരുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന നുഴഞ്ഞു കയറി വരുന്ന ഹമാസുകളെ, തീവ്രവാദികളെ കൊന്ന് നിലക്ക് നിർത്തി അവർ ഒളിച്ചിരിക്കുന്ന താവളങ്ങൾ പോയി എരച്ച് കയ്യേറി കരമാർഗത്തിലും ആകാശമാർഗത്തിലും ഒക്കെ തകർക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് ആ നാട് മുഴുവനും കുട്ടിച്ചോറാക്കി നശിപ്പിച്ചിട്ട് ആ രാജ്യത്ത് ഞങ്ങൾ വംശീയമായ കയ്യേറ്റം, അതായത് ഒരു വംശത്തെ മുഴുവനും നിഷ്കാസനം ചെയ്തിട്ട് അവിടെ ഞങ്ങളുടെ വംശത്തെ കൊണ്ടുപോയി സ്ഥാപിച്ചിട്ട് ഫലസ്തീൻ എന്ന രാജ്യം തന്നെ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാക്കും. ഇപ്പം തന്നെ രാജ്യമില്ല, നേരത്തെ തന്നെ അംഗീകൃത രാജ്യമായിട്ടില്ല. ആ പ്രദേശം കൂടി കയ്യേറും. അതുകൊണ്ട് ഈ ജോർഡാൻ റിവർ മുതൽ കടൽ വരെയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ പ്രദേശത്തിൻ്റെ മധ്യത്തിലൂടെ ഒഴുകുന്ന റിവറാണല്ലോ. ഇനി ആ അതിർത്തി വേണ്ട, നദി ഒരു അതിരല്ല, മൊത്തം ഫലസ്തീൻ ഞങ്ങളുടേതാണ് എന്ന് പറയുന്നൊരു ലെവൽ സ്വീകരിക്കുന്നുണ്ട്. അതുമാവാം, എനിക്ക് തോന്നുന്നു അതുവരെ മാർപ്പാപ്പയും ലോകരാജ്യങ്ങളും സഹിച്ചിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. കാരണം ഇസ്രായേലിനോട് അത്രയേറെ ദ്രോഹമാണ് അറബ് രാജ്യങ്ങൾ ഇത്രയും കാലം ചെയ്തത് എന്നും ഇപ്പോൾ അറബ് തീവ്രവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവർക്കറിയാം. പക്ഷെ പ്രശ്നം അവിടെയല്ല. അമേരിക്ക ഉൾപ്പെടെയുള്ള UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, മാർപ്പാപ്പ ഉൾപ്പെടെയുള്ള ആത്മീയ നേതാക്കൾ ഒരു നിർണായക ഘട്ടത്തിലെങ്കിലും യുദ്ധം നിർത്തൂ എന്ന് പലതവണ ഇസ്രായേലിനോട് പറഞ്ഞു. ഇസ്രായേൽ ആരെയും വകവെക്കാതെ ഇപ്പോൾ മുന്നോട്ട് പോകണം. ഞങ്ങൾക്കാരും വേണ്ട, ഞങ്ങൾക്കാരുടെ ഉപദേശവും വേണ്ട, ഞങ്ങൾ ഇനി ഇത് സമ്പൂർണമായി തുടച്ചു നീക്കിയിട്ടേ അടങ്ങൂ എന്ന പ്രതികാരത്തിന്റെ അങ്ങേയറ്റത്തെ പ്രകാശിക്കണമേ, എന്താണ് പ്രതികാരത്തിന്റെ ദൈവമേ പ്രകാശിക്കണമേ എന്ന് അങ്ങനെ പ്രാർത്ഥനയുണ്ടോ? അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പം മാഷെ ഞാൻ പറയുന്നത് അപ്പം അതുകൊണ്ട് ആ നിലപാട് പുതിയ കാലത്ത് ഇസ്രായേൽ എടുക്കുന്നത് കൊണ്ടുകൂടിയാവണം മാർപ്പാപ്പയ്ക്ക് ഇത്ര രൂക്ഷമായി പറയേണ്ടി വന്നത്. അത് ഇസ്രായേലും പുനഃപരിശോധിക്കുക അവരുടെ നിലപാട്. ഇനി എനിക്ക് തോന്നുന്നില്ല അവരുടെ രാജ്യത്തിന് ഭീഷണി ഉയർത്താൻ മാത്രമുള്ള ശേഷി ഹമ്മാസിനോ ഹിസ്ബുള്ളക്കോ ഇറാന് പോലുമോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഇസ്രായേലിനൊന്ന് അടങ്ങാൻ നേരമായി. അതെ, അടങ്ങാൻ നേരമായി. ഇത് ഞാൻ ആദ്യം ചോദിച്ച പോലെ ഇസ്രായേൽ ഒരു ചൂതാട്ടക്കാരനാണോ? അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാത്ത ഒരു ചൂതാട്ടക്കാരൻ. കാരണം മാഷിപ്പം പറഞ്ഞ പോലെ ഇസ്രായേലികളെ ജൂതന്മാരെ ഒരുപാട് ആളുകൾ ഉപദ്രവിച്ചിട്ടുണ്ട്, അറബ്സ് ഉപദ്രവിച്ചിട്ടുണ്ട്. അത് തന്നെയല്ലേ ഇവരിപ്പം മറ്റുള്ളവരോട് കാണിക്കുന്നത്? തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ പ്രത്യേകിച്ച് അനുഭവങ്ങളിൽ നിന്ന് അവർ പഠിക്കുന്നില്ല. അനുഭവങ്ങളല്ലാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ പറയാറില്ലേ, വികാരമാണ് അവരെ നയിക്കുന്നത്. അതുപോലെ ഇസ്രായേലിനെ നയിക്കുന്ന പ്രതികാരം തന്നെയാണ്. പ്രതികാരമാണ് അവരുടെ പ്രത്യയശാസ്ത്രം. അത് അവരുടെ വേദപ്രമാണത്തിലും അതുണ്ടെന്നേ.
അതാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, വേദപ്രമാണത്തിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, പ്രതികാരത്തിൻ്റെ ദൈവമേ പ്രകാശിക്കണമേ. അതാണ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത് മനുഷ്യത്വരഹിതമാണ്, സമാധാന കാംക്ഷികൾക്കെതിരാണ്, യുദ്ധത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണത്. മാത്രമല്ല കൂട്ടക്കൊലയുടെയും കൂട്ടക്കരച്ചിലിൻ്റെയും രക്തച്ചൊരിച്ചിലിൻ്റെയും പ്രത്യയശാസ്ത്രമാണ് അത് എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. ഈ ഘട്ടത്തിലെങ്കിലും ഞാൻ പലപ്പോഴും പല ഘട്ടങ്ങളിലും ഇസ്രായേൽ സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നടത്തുന്ന അതിതീവ്രമായ നടപടികളെ ന്യായീകരിക്കാൻ, മീൻസ് അവർക്ക് അവരുടേതായ ന്യായമുണ്ട് എന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ എല്ലാത്തിനും ഒരു അറുതി വേണം എന്ന് പറയേണ്ടി വന്നിരിക്കുന്നു ഇപ്പോൾ. രണ്ട് തീവ്ര മതവിശ്വാസികൾ തമ്മിലുള്ളൊരു യുദ്ധമായിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റും? മതവിശ്വാസം രണ്ട് ഭാഗത്തുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിലെവിടെയാണ് മതം? വംശം മാത്രമേ ഉള്ളൂ, വംശീയത മാത്രമേ ഉള്ളൂ. മതവിശ്വാസമായിരുന്നെങ്കിൽ ഫലസ്തീനികൾക്ക് വേണ്ടി പൊരുതാൻ ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കൂലേ? എവിടെയുണ്ട്? ഫലസ്തീനികളുടെ കൂടെ ഏതെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രം പേരിനെങ്കിലും ഉണ്ടോ? ഉള്ളിൽ നിന്ന് ചെറിയ പിന്തുണ കൊടുക്കുന്നു എന്ന് പറയുന്ന ഇറാനാണ്. അതിനുപോലുള്ള നട്ടെല്ലോ നിവർന്നു നിൽക്കാനുള്ള ശേഷിയോ ഇറാൻ ഇപ്പോൾ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പഴയ ഇറാൻ അവരെ ഈ ഹിസ്ബുള്ളയൊക്കെ പിന്തുണച്ചിരുന്നു എന്നുള്ളത്. എന്തായാലും ഓക്കെ, മതങ്ങൾ പോട്ടെ, രണ്ട് ദൈവങ്ങൾ തമ്മിലുള്ള യുദ്ധം അങ്ങനെയും അവന് യാതൊരു സാധ്യതയില്ല. കാരണം ദൈവങ്ങൾ എന്ന കണക്കെടുക്കുമ്പോൾ സെമിറ്റിക് മതങ്ങൾ ഒറ്റ കുടുംബമാണ്, എബ്രഹാമി കുടുംബമാണ്. അതിൽ ഒരു ദൈവമേ ഉള്ളൂ. ഇവരെന്ത് പേരിട്ട് വിളിച്ചാലും ഒരു ദൈവമേ ഉള്ളൂ. ആകെയുള്ള തർക്കം ഒന്നാലോചിച്ച് നോക്കൂ, ഇവർ തമ്മിൽ എന്താണ്? ഇപ്പോൾ ഈ സെമിറ്റിക് മതങ്ങളിൽ ഒടുവിലത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി. അദ്ദേഹത്തിൻ്റെ ദൈവമാണ് അള്ളാഹു, അത് ദൈവമാണെന്ന് അദ്ദേഹം പേരിട്ട് വിളിക്കുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്താ? പ്രവാചകനായ മുഹമ്മദ് നബിയുടെ അദ്ദേഹത്തിൻ്റെ വേദഗ്രന്ഥമായ ഖുർആന്റെ ആവർത്തിച്ചുള്ള ശാസന ഇതാണ്. പക്ഷേ മോസസിനെയും യേശുവിനെയും അംഗീകരിക്കാത്ത ഒരാളും എന്നെ അംഗീകരിക്കും. ജൂതന്മാരോ ക്രിസ്ത്യാനികളോ അള്ളാഹുവിനെ അംഗീകരിക്കുന്നുണ്ടോ? അല്ല, അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ആദ്യം പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അനുയായികളായി തീർന്നതാണ്. മാത്രമല്ല ഇസ്ലാമികമായ ശരിയായ സമീപനം മോസയുടെ ധർമ്മപാത പിന്തുടരുന്നവർക്ക് അവരുടേതായ മോക്ഷമുണ്ട്. അവരുടെ പാതയിൽ സഞ്ചരിച്ചാൽ മതി, പരസ്പരം കലഹിക്കേണ്ടതില്ല. യേശുവിൻ്റെ പാത, മൂസയ്ക്ക് മൂസയുടെ പാത, അനുയായികൾക്ക് അവരുടെ പാത, മുഹമ്മദിൻ്റെ പാത. ഈ പാതകൾ തമ്മിലൊന്നും തർക്കമില്ല, കലഹമില്ല, ഉണ്ടാവാനും പാടില്ല എന്നാണ് സെമിറ്റിക് മതങ്ങളുടെ വിശ്വാസം. സെമിറ്റിക് മതങ്ങളിലെ ഒരു ചട്ടക്കൂട് കൂടി കടന്നിട്ട് ഒന്നുകൂടി പറയാൻ പറ്റും. ഇതിനേക്കാളൊക്കെ മുമ്പേ ആദിമ വേദങ്ങൾ ലഭിച്ചിട്ടുള്ള ലോകത്തിലെ ഉത്തമ സംസ്കാരമുള്ളൊരു നാടാണ് ഇന്ത്യ. ഇന്ത്യക്കാർക്കും അവരുടേതായ വേദങ്ങളുണ്ട്. അതിൻ്റെ ധർമ്മങ്ങളും ഈ സെമിറ്റിക് മതങ്ങളുടെ ധർമ്മങ്ങളും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമൊന്നുമില്ല. സത്യത്തിൽ വേദവും ധർമ്മവും ഒന്നും കലഹിക്കാനുള്ളതല്ല, മനുഷ്യനെ നന്നാക്കാനും സംസ്കരിക്കാനുള്ളതാണ്. അതാണ് നമ്മൾ പഠിപ്പിക്കേണ്ട. മാർപ്പാപ്പ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതാണ്. ഏറ്റവും ഒടുവിലത്തെ മാർപ്പാപ്പയുടെ ശാസനകളിലേക്ക്, മാർപ്പാപ്പയുടെ വിലാപത്തിലേക്ക് മറ്റാരുമല്ല ചെവി കൊടുക്കേണ്ടത്, ഇസ്രായേൽ ഭരണകൂടം തന്നെയാണ്.